mistakes to avoid when God lifts you up. ദൈവം ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. ദൈവം നമ്മളെ ഉയർത്തുന്ന ദൈവമാണ്. ദൈവം നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവം നന്മയാണ്. ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ഒരു സംശയമില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ ആദ്യം പതിയണം. ദൈവം നല്ലവനാണ്. അത് മനസ്സിലാകാത്തവരാണ് ദൈവത്തിനോട് വാശി പിടിച്ച് ദൈവം എന്നെ ഉപദ്രവിച്ചു, എൻ്റെ ഭവനത്തിൽ അത് വന്നു, എൻ്റെ അമ്മയ്ക്കത് വന്നു. അതിനൊക്കെ റീസൺ നമുക്കറിഞ്ഞുകൂടാ. അത് നമ്മൾ തന്നെ അല്ലെ തലമുറയ്ക്ക് മുമ്പ് ശാപം വെച്ചത് ദൈവം നിയമം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു തലമുറയിൽ ചെയ്യുന്ന ശാപം 3 തലമുറ അല്ലെ 4 തലമുറ. പക്ഷെ അത് ബ്രേക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ആക്കം കൂടി അത് താഴോട്ട് ഇറങ്ങി വരും. അതിനോടുകൂടി പിന്നെ തലമുറ ദൈവത്തിൽ നിന്ന് അകന്നു മാറി റിബല്യസ് സ്പിരിറ്റായി മാറും. അപ്പോൾ ദൈവത്തിൽ നിന്ന് മാറുന്ന ഈ ലൂസിഫറിൻ്റെ അതേ ക്യാരക്ടറായിട്ട് മാറുമ്പോഴാണ് ദൈവത്തിന് പകരം പിശാചിനെ വർഷിപ്പ് ചെയ്യാൻ തുടങ്ങും. അതൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫണ്ടമെൻ്റലി ഞാൻ മനസ്സിലാക്കേണ്ടത്, ദൈവം നല്ലവനാണ്. അവൻ നന്മയുടെ ഉറവിടമാണ്. കൃപയും കരുണയും നിറഞ്ഞവനാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, എന്നെ സ്തുതിക്കുകയെന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടിയല്ല, ദൈവത്തെ സ്തുതിക്കേണ്ടത് ആവശ്യമുണ്ട്. ദൈവം ആരെന്ന് നമ്മൾ കൂടുതൽ അറിയും തോറും നമ്മൾ ദൈവത്തെ പോലെയായി മാറും. ആരെ നമ്മൾ കൂടുതൽ ധ്യാനിക്കുന്നുവോ ആ പ്രതിച്ഛായ നമുക്ക് വിടും. അതുകൊണ്ടാണ് മൂടുപടം മാറിയ മുഖത്ത് അവൻ്റെ തേജസ് കണ്ണാടി പോലെ പ്രതിബിംബിക്കണം. അങ്ങനെ പ്രതിബിംബിക്കണമെങ്കിൽ വചനം കൊണ്ട് നമ്മളെ വായിച്ച് ആ വചനത്തിൻ്റെ ശക്തി നമ്മളിൽ കൂടെ പടരുമ്പോഴാണ് കർത്താവിൻ്റെ ശക്തി നമ്മളിൽ കൂടെ പോകുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെ അത് നടക്കുന്നുണ്ട്. നമ്മൾ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം. പിന്നെ നമ്മൾ ചില ബലഹീന സ്വഭാവങ്ങൾ നമ്മളിലുള്ളത്, കർത്താവെ അത് നീ മൂടണമേ എന്ന് പ്രാർത്ഥിച്ച് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കണം. കർത്താവെ അത് നമ്മൾ വിചാരിച്ചിട്ട് നീങ്ങുന്നില്ല. പക്ഷേ ഏതൊരു സാഹചര്യത്തിലും ദൈവത്തിൻ്റെ തേജസ് നമ്മളിൽ കൂടെ മറ്റുള്ളവരിലേക്ക് പകരാനും ദൈവമഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ നമ്മൾ ചോദിക്കണം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്ത് 5 കാര്യങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു, ഇസഹാക്കിനെ അനുഗ്രഹിച്ചു, യാക്കോബിനെ അനുഗ്രഹിച്ചു. യാക്കോബ് 12 തൻ്റെ മക്കളെ 12 പേരെയും ഓരോ തരത്തിലുള്ള അനുഗ്രഹങ്ങൾ വെച്ച് പറഞ്ഞ് അനുഗ്രഹിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. കർത്താവ് ജോസഫിനെ അനുഗ്രഹിച്ച ഭാഗം, ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണോ എന്ന് ചോദിച്ചാൽ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവം തന്നെയാണ്. ജോസഫിനെ അനുഗ്രഹിക്കുന്ന ഉൽപ്പത്തിയിൽ ഞാൻ എപ്പോഴും പറയുന്നത്, പക്ഷേ വീണ്ടും ഓർപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിനത് നമ്മൾ മറക്കുന്നുണ്ട്. ഞാൻ പോലും മറക്കും. നമ്മൾ മറക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർപ്പിച്ചില്ല എങ്കിൽ നമ്മൾ മറക്കുന്നത് കൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങൾ വീണ്ടും ഓർക്കുവീൻ. അത് ഈ സഭായോഗങ്ങൾ വിളിച്ചു കൂട്ടുന്നതിൻ്റെ ഒരു ഉദ്ദേശം, ദൈവം തരുന്നതായിട്ടുള്ള നിയമങ്ങൾ നമ്മൾ ഓർപ്പിച്ചിട്ട് വീണ്ടും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഉടമ്പടി പുതുതാക്കുക. 49 ജോസഫിൻ്റെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. 22 തൊട്ട് 26 വരെ, 4 വാക്യമാണ്, പക്ഷെ നീണ്ടതാണ്. ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷം ദൈവമാണ് ആക്കിയത്. അത് എളുപ്പമൊന്നും അല്ലായിരുന്നു. നീരുറവിനരിവെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. എവിടെയാണ് നിൽക്കുന്നത്? വരണ്ട ദേശത്തല്ലെന്ന്, മരുഭൂമിയിലല്ലെന്ന്, നീരുറവിനരികെ ഫലപ്രദം. അങ്ങനെ നമുക്ക് നമ്മുടെ മക്കളെ കാണാമല്ലോ. കർത്താവേ നമ്മുടെ കുഞ്ഞുങ്ങളെ അങ്ങനെ അനുഗ്രഹിച്ചേ ഒക്കത്തുള്ളൂ. അവർ ജോസഫിനെ പോലെ ഫലപ്രദമായ ഒരു മുന്തിരിയായിട്ട് വളരണം. അവരുടെ കൊമ്പുകൾ പടർന്നിരിക്കുമ്പം നീ ആയിരിക്കണം അവരുടെ ഭക്ഷണം കൊടുക്കുന്നവൻ. നീ അറിയാതെ അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ വേലി കെട്ടി പ്രാർത്ഥിക്കുക, നിൻ്റെ കയ്യിലേക്ക് വിഷയം ഏൽപ്പിച്ചു തരിക. അപ്പം നമ്മൾ പറയുമ്പം കർത്താവ് അത് ഏറ്റെടുക്കുകയാണ്. നമ്മളൊന്ന് പറയാൻ നോക്കിയിട്ട്, അതായത് നിൻ്റെ വായിൽ നിന്നൊരു വചനം വരുന്നതിന് മുൻപേ ഞാൻ അവയ്ക്ക് ഉത്തരം തരുമെന്ന് വചനം പറയുന്നുണ്ട്. ജോസഫ് ഫലപ്രദമായ ഒരു വൃക്ഷം, നീരിനുറവെ ഫലപ്രദമായ ഒരു വൃക്ഷം, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു, വില്ലാളികൾ അതിനെ വിഷമിപ്പിച്ചു. അവ ശത്രുവുണ്ട്. അനുഗ്രഹം വരുമ്പോൾ ദുഷ്ടശക്തിയും ഉയരും. അവനറിയാം ദൈവമക്കൾ എവിടെയാണ്. അവർ എയ്തു, അവനോട് പൊരുതു. അപ്പോൾ ശത്രുവുണ്ട്. അവൻ്റെ വില്ല് ഉറപ്പോടുന്നു. എന്നാൽ ദൈവം നിയോഗിച്ച ഒരുവനൊരു കോട്ട പോലെ ദൈവം നിൽക്കുകയാണ്. അവൻ്റെ ഭുജം യാക്കോബിൻ വല്ലഭൻ, യാക്കോബ് എന്ന് പറഞ്ഞാൽ അപ്പനാണ്, അപ്പൻ്റെ വല്ലഭൻ്റെ കയ്യാൽ ബലപ്പെട്ടു. അതാണ് പിതാക്കന്മാരുടെ അനുഗ്രഹം നിൽക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ പാറയ ഇടയൻ്റെ നാമത്താൽ തന്നെ പിതാവിൻ ദൈവത്താൽ അവൻ എന്നെ സഹായിക്കും. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നമ്മളെ സഹായിക്കും, നമ്മുടെ തലമുറകളെ സഹായിക്കും എന്ന് ഉറപ്പോടെ പറയണമെങ്കിൽ കുടുംബത്തിനകത്ത് വന്ന് നിൽക്കണ്ടേ? നമ്മൾ പുറത്ത് ചാടിപ്പോയി വെച്ച് ദൈവം നല്ല എന്ന് പറയാൻ ആ വഴിക്കങ്ങ് പോകുന്നതിനെ കർത്താവ് അറസ്റ്റ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
നിൻ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും, സർവശക്തനാൽ തന്നെ. ഈ ദൈവത്തിന് വിപരീതമായിട്ട് ആരാ ഉള്ളത്? ഈ സർവശക്തൻ്റെ മുമ്പിൽ നിൽക്കാൻ ആർക്ക് കഴിയും? അവൻ മീതെ ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും, എവിടുന്ന? സ്വർഗത്തിലെ ആകാശത്തിലെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിൻ്റെ അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. നിൻ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ നിൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ ശാശ്വത ഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട് യോസേഫിൻ്റെ തലയിലും തൻ്റെ സഹോദരന്മാർ പ്രഭുവായ നെറുകയിലും വരും. നമ്മുടെ മക്കളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ അവരെ ഫലപ്രദമായൊരു മുന്തിരി, മതിലിന്മേൽ പടരുന്നതായ മുന്തിരി, അത് പടർന്നങ്ങനെ പന്തലിച്ച് ആറ്റരികത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതുമായ മുന്തിരിവള്ളിയായിട്ട് അതിന് ശത്രു വന്നാലൊന്നും അതിന് തൊടുകയില്ല. കാരണം പിതാക്കന്മാരുടെ പ്രാർത്ഥന ചുറ്റും നിൽക്കുകയാണ്. അത് തലമുറകളുടെ അനുഗ്രഹം അവരുടെ മേൽ വന്നേക്കത്തുള്ളൂ. അല്ല മുൻ തലമുറയിൽ എന്തെങ്കിലും ബലഹീനത ഉണ്ടെങ്കിൽ തന്നെ നമ്മളതിനു വേണ്ടി ഇടിവിൽ നിന്നിട്ട് താവിൻ്റെ രക്തം കൊണ്ടത് കഴുകിക്കളയണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുകയാണ്. അപ്പോൾ ഈ അനുഗ്രഹം കിട്ടിയവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വരുമ്പം 5-6 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത്. ഒന്നാമത്, ഹെൽപ്പിംഗ് ടു മച്ച് ടു ഫാസ്റ്റ് വിത്തൗട്ട് തിങ്കിങ് ആൻഡ് വിത്തൗട്ട് തോട്ട്. അതായത് നമുക്ക് ഒത്തിരി ദൈവസന്തോഷവും ദൈവ അനുഗ്രഹം വരുമ്പം പെട്ടെന്ന് കാണുന്നവരെയൊക്കെ ഓടി നടന്ന് സഹായിക്കുകയോ അവർക്ക് ഹെൽപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിറകൂടം തുളുമ്പുന്നില്ല. അത് വേണ്ടിയിടത്ത് എവിടെയാണ് കൊടുക്കേണ്ടതെന്ന് ദൈവം പറയുന്നിടത്ത് ചെയ്യണം. അല്ലാത്തടത്ത് ചെയ്യുമ്പം പലപ്പോഴും എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ, when you are too good and being helpful to others, you become careless with your kindness and it will drain you. അതായത് നാട്ടിലുള്ളവരെല്ലാം സഹായിക്കാൻ ഓടി നടന്ന് സഹായിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പം യു ഗെറ്റ് ഡ്രെയിൻഡ് ഓഫ്. നമ്മുടെ ശക്തി ഇല്ലാതാകും, ചോർച്ച. അതാണ് നമുക്ക് അനുഗ്രഹങ്ങളുള്ളത്. അത് എല്ലാവരോടും വിളിച്ച് പറയേണ്ടെന്ന് തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഇസഹാക്കിൻ്റെ ജീവിതത്തെ നമ്മൾ നോക്കുമ്പം ഇസഹാക്ക് വിതച്ചു 100 മേനിയായിട്ട് വർദ്ധിച്ചു. അപ്പോൾ ശത്രുക്കൾ ഓടി വന്നു. അത് പിന്നെ ഒളിച്ചു വെക്കാനൊക്കത്തില്ലല്ലോ, മനസ്സിലായോ? അപ്പോൾ ശത്രുക്കൾ ഓടി വന്നു. പക്ഷേ ദൈവം അത് അനുഗ്രഹമാക്കി കൊടുത്തു. യാക്കോബിന് അനുഗ്രഹം വന്നു. അതെന്ത് സംഭവിച്ചു? അമ്മായിപ്പൻ്റെ ജലസി ഉണ്ടായി. അമ്മായിപ്പൻ്റെ അതായത് യാക്കോബിൻ്റെ ഭാര്യയുടെ സഹോദരന്മാർ പ്രശ്നമുണ്ടാക്കി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെ അനുഗ്രഹം ഉണ്ടോ അവിടെ ശത്രു ഉണ്ടാകും. പക്ഷേ ഈ ദൈവം ഒരു അനുഗ്രഹം തരുമ്പോൾ ഓടി നടന്ന് എല്ലാവരെയും കാണിച്ച് അവരെ അനുഗ്രഹിക്കാനും ഒന്നും നമ്മൾ ഓടി നടക്കണ്ട. ദാറ്റ് വിൽ ഡ്രെയിൻ യു ഓഫ്. നമ്മൾ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. ഇപ്പം ജോസഫിൻ്റെ അടുക്കൽ സഹോദരന്മാർ തിരിച്ചു വരുന്ന ഒരു ഭാഗമില്ലേ? ജോസഫ് വന്നുടനെ അവരെ കെട്ടിപ്പിടിച്ചിട്ട്, അയ്യോ നിങ്ങൾ എൻ്റെ സഹോദരന്മാരല്ലേ ഒന്നും ചെയ്തില്ല. എത്രയോ പ്രാവശ്യം ജോസഫ് ടെസ്റ്റ് ചെയ്തു ഇവർക്ക് മാറ്റം വന്നിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ ജോസഫ് ചെക്ക് ചെയ്തു ബെന്യാമീനെ ഇവർ ഉപദ്രവിക്കുമോ എന്ന്. മനസ്സിലായോ? എത്ര ബുദ്ധിയായിട്ട്, കാരണം അത്ര ജ്ഞാനമായിപ്പോയി അനുഭവം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് സഹായിക്കണം, നന്മ ചെയ്യണം, പരിശുദ്ധാത്മാവ് പറയുന്നത് പോലെ. 2, ടോക്കിംഗ് ടു മച്ച് അബൌട്ട് യുവർ ബ്ലെസ്സിങ്സ്. നിൻ്റെ നന്മയെക്കുറിച്ച് എല്ലാവരോടും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കണ്ടെന്ന്. അങ്ങനെ തന്നെയാണ് പറയുന്നത്. എപ്പോഴും എൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവം എനിക്ക് അത് ചെയ്തു ഇത് ചെയ്തു എന്ന് ചിലർ പറയും. അതുകൊണ്ട് സാക്ഷ്യം പറയുന്നത് നല്ലതാണ്. പക്ഷേ ഉള്ളതെല്ലാം വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് വല്ലതും പറഞ്ഞിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കണം. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ചിലർ പറയും, സാക്ഷ്യം പറയാൻ പറയുമ്പോഴത്തേക്ക് അവർക്കൊരു രോഗമാണെങ്കിൽ അവർ ഏത് ആശുപത്രിയിൽ പോയി, എത്ര ദിവസം പോയി, ആരെ കണ്ടു, ഏത് ഡോക്ടറെ കണ്ടു, ഏത് ഡോക്ടർ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അതിനൊക്കെ എന്ത് പ്രസക്തിയായിരിക്കുന്നത്? എപ്പോഴും നമ്മുടെ സാക്ഷ്യങ്ങൾ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നതായിട്ട് മാറണം. അതായത് അവൻ വളരണം, ഞാൻ ചെറുതാകണം. അതായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി. പിന്നെ കർത്താവിൻ്റെ ആത്മാവിൽ നമ്മളോട് ഗെറ്റിംഗ് ടു കംഫർട്ടബിൾ വിത്ത് യുവർ സക്സസ്. എനിക്കിപ്പോൾ അതായത് ഞാനെല്ലാം നേടിക്കഴിഞ്ഞു, ഇനി ചുരുക്കം ഈ വയസ്സ് ചെന്നവരോടാണ് പ്രത്യേകം പറയുന്നത്. ഞാനെല്ലാം നേടി, ഇനിയിപ്പോൾ ഞാൻ പലരും സംസാരിക്കുന്നത്, ഇപ്പോൾ ഒരു 70 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പലരും എന്നെ ഇനിയിപ്പോൾ എന്ത് വേണം, ഇത്രയൊക്കെ ആയില്ലേ, ഞാനിനി അങ്ങ് മരിക്കാനായിട്ട് കാല് നീട്ടിയിരിക്കുക. അങ്ങനെയല്ലെന്ന്. 80-ാം വയസ്സിലാണ് മോശ എടുത്ത് മാറ്റിയത്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ചെറുപ്പക്കാരില്ല. എന്നാൽ നിങ്ങൾ പ്രായമുള്ളവരെങ്കിലും ഈ ടി വിയും കണ്ട് മറ്റേതും കളഞ്ഞ് അതിലേക്ക് ആ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് അത് വെച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവത്തിന് പലതും ചെയ്യാൻ നോക്കും. സ്ത്രീകളോട് ഞാൻ പറയട്ടെ, ടി വി കാണുന്നത് നിർത്തി വെച്ച് വീട്ടിലിരുന്ന് ഓരോ ദേശങ്ങളെ, നമ്മുടെ ഓരോ മക്കളെ അല്ലെ ഓരോ സമുദായത്തെ ഓരോരുത്തരും എൻ്റെ അവകാശമാണെന്ന് ചോദിക്കണം. എൻ്റെ അവകാശം, ഇതെൻ്റെ അവകാശം എന്ന് പറഞ്ഞ് നമ്മളത് വാങ്ങിച്ചെടുക്കണം. നിർബന്ധമാണത്. അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമാണ്. എന്ത് അവകാശമായിട്ട് ചോദിക്കുന്നെന്ന് പറയുന്നത്?
നമ്മൾ ഈ കർത്താവിൻ്റെ മുമ്പിൽ വരുമ്പോൾ ദൈവം ഒരമ്മയെന്ന പദവി അവനവൻ്റെ കുടുംബത്തിന് മാത്രമല്ലെന്നേ, നമുക്ക് ഈ പദവികൾ തന്നിരിക്കുന്നത് ഈ സങ്കീർത്തനം 60:4 തൊട്ട് നമ്മൾ വായിക്കണം. ഇതൊക്കെ പ്രധാനപ്പെട്ട സത്യനിയമത്തെ ഉയർത്തേണ്ടതിന് നീ നിൻ്റെ ഭക്തന്മാർക്ക് ഒരു കൊടി നൽകിയിരിക്കുന്നു. ആരാ? വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. ഒരു കൊടി എന്തിനാ? കൊടി ഒരു ചിഹ്നമാണ്, ഒരു എംബ്ലം, ഒരു ബാനറാണ്. ഒരു ചിഹ്നം ഇട്ടിരിക്കുന്നത് അനേകർക്ക് അതൊരു പ്രകാശമായിട്ട് മാറാനാണ്. അല്ലാതെ നമ്മുടെ ഗമ പറഞ്ഞ് നമ്മളെക്കുറിച്ച് പൊഴുതി പറയാനല്ല. അല്ല അല്ല അത് വല്ലവരും പൊഴുതി പറയുമ്പം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പ്രാർത്ഥിക്കുകയും വേണം. പ്രശംസ കൂടുതൽ വരുമ്പോഴേ ഓർത്തോണം വീഴാനുള്ള സാധ്യത കൂടുതലാണെന്ന്. ഒത്തിരിയും പേരും പെരുമയും ആഗ്രഹിക്കുമ്പോഴേ ഓർത്തോണം നമ്മൾ വീണു പോകുമെന്ന്. എന്നാൽ ഇതെല്ലാം ഇപ്പോഴും ഉണ്ട്. ഇതിലാണല്ലോ ഈ ലോകം നിൽക്കുന്നത്, ഇതിലാണ് ഈ ലോകം കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഈ 60-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, നിൻ്റെ പ്രിയമുള്ളവർ വിടുവിക്കേണ്ടതിന് നിൻ്റെ വലം കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമാലാണ്. ദൈവം തൻ്റെ വിശുദ്ധിയിൽ അരുളി ചെയ്തതുകൊണ്ട് ഞാൻ ആനന്ദിക്കും. ഞാൻ ശേഖേമിനെ വിഭാഗിച്ചു, സൂക്കോത്ത് താഴ്മരെ അളക്കും. ഗിലെയാദ് എനിക്കുള്ളത്, മനശ്ശെ എനിക്കുള്ളത്. എഫ്രയീം എൻ്റെ തലക്കോരി, യഹൂദായി എൻ്റെ ചെങ്കോലും. എൻ്റെ ഓരോ ദേശത്തെ അവകാശം ചോദിക്കുക. ഓരോ സ്ഥലത്തെ ഓരോ മക്കളെ അവകാശമായിട്ട് ചോദിക്കാതെ ചുമ്മാതെ ദൈവം എല്ലാം ചെയ്തോളെന്ന് പറഞ്ഞിരിക്കുന്ന വിഡ്ഢികളായിട്ടുള്ള മനുഷ്യരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, എഴുന്നേറ്റ് പ്രാർത്ഥിക്ക്. സങ്കീർത്തനം 60 എടുത്ത് വായിച്ചിട്ട്, മോവാബ് എനിക്ക് കഴുകുവാനുള്ള വട്ടക, ഏദോമിന്മേൽ ഞാൻ എൻ്റെ ചെരുപ്പ് എറിയുന്നു. ഇതെല്ലാം അവകാശങ്ങളാണ്. ഇതെൻ്റേതായി മാറുന്നെന്ന് പറയുന്ന ഫെലിസ്തീയ ദേശമേ നീ എൻ്റെ നിമിഷം ജയഘോഷം കൊള്ളുക. ഉറപ്പുള്ള നഗരത്തിലേക്ക് എന്നെ ആർ കൊണ്ടുപോകും? ഏദോമിലേക്ക് എന്നെ ആർ വഴി നടത്തും? ദൈവമേ, നീ ഞങ്ങളെ തള്ളിക്കളഞ്ഞില്ലയോ? ദൈവമേ, നീ ഞങ്ങളുടെ സൈന്യങ്ങളോടുകൂടെ പുറപ്പെടുന്നില്ല. ഇതെല്ലാം എൻ്റെ അവകാശമായിട്ട് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ ചോദ്യം. വൈരിയുടെ നേരെ ഞങ്ങൾക്ക് സഹായം ചെയ്യണം. അപ്പോൾ ശത്രുവിനെ ഇല്ലാതാക്കണമെന്നൊരു പ്രാർത്ഥനയാണ്. ഈ അവകാശങ്ങളെല്ലാം നമുക്കുണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് പ്രാപിച്ചെടുക്കുന്നില്ല? മനുഷ്യൻ്റെ സഹായം വ്യർത്ഥമല്ലോ. ദൈവത്താൽ നാം വീര്യം പ്രവർത്തിക്കും, അവൻ തന്നെ നമ്മുടെ വൈരികളെ മെതിച്ചു കളയും. നമ്മുടെ ശത്രുവിനെ ദൈവം മെതിച്ച് കളയുമെന്നും, അത് ശത്രുവിനെ എങ്ങനെ, ദൈവത്തിൻ്റെ ആത്മാവിനെതിരായിട്ട് ഒരു ശത്രുവേ ഉള്ളൂ, അത് ദുഷ്ടാത്മാവാണ്. അത് ആരെയും ഉപയോഗിക്കും. പലപ്പോഴും നമ്മുടെ സ്വന്തം ഭവനത്തിലുള്ളവരെയാണ് ഉപയോഗിക്കുന്നത്. പ്രാർത്ഥിക്കുക, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പം ഗെറ്റിംഗ് ടു കംഫർട്ടബിൾ വിത്ത് യുവർ സക്സസ്. നിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് ഇനി ഇങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുന്നു, if you do not work, if you stop working, others are going to overtake you. മറ്റുള്ളവർ നിന്നെ ചവിട്ടിത്താഴ്ത്തി മറ്റുള്ളവർ മുകളിലോട്ട് കയറാനിടയാകും. കൺസിസ്റ്റൻസി സസ്റ്റെയിൻസ് യുവർ സക്സസ്. എന്തെങ്കിലും നന്മ, എന്തെങ്കിലും പ്രവൃത്തി മരിക്കുന്ന വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ചുമ്മാ അതൊരു ദിവസവും കളയല്ല. നമുക്ക് തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രായമേറിയ സമയം, ഏതൊരു ചെറുപ്പക്കാർക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ വൃഥാവാക്കല്ല്. നമുക്ക് അവിടെ വെച്ച് നിർത്താം, ബാക്കി അടുത്ത ദിവസം എടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നീ നല്ലവനായ ദൈവമാണ്, ഞങ്ങൾക്ക് അവകാശം തന്നിരിക്കുന്ന ദൈവമാണ്. ഈ അവകാശങ്ങൾ പ്രാപിച്ചെടുക്കാൻ നീ ഞങ്ങളോട് പറയുമ്പോഴും ഇതെല്ലാം ഞങ്ങളുടെ അവകാശങ്ങൾ മറന്നൊന്നുമില്ലാത്തവരെ പോലെ ഞങ്ങൾ ജീവിക്കുകയാണ്. ഏതെല്ലാം ഇസ്രായേൽ ജനതയ്ക്ക് തന്നെ നീ ഈജിപ്റ്റ് തൊട്ട് യൂഫ്രട്ടീസിൻ്റെ നദി തൊട്ട് ഇങ്ങനെ അറ്റം വരെ നീ ദൈവമക്കൾക്ക് കൊടുത്തു. എത്ര സ്ഥലം അവർ വാങ്ങിച്ചെടുത്തു? വളരെ തീരെ ഒരു ചെറിയ സ്ഥലമേ അവരുടെ കയ്യിലുള്ളൂ. ആരും അതിന് മുതിർന്നില്ല. എപ്പോഴും ഒരു വാഗ്ദത്വമുണ്ടോ, വാഗ്ദത്വം പ്രാപിച്ചെടുക്കാൻ ഒരു യുദ്ധമുണ്ട്. ദാവീദ് പോലും ജീവിച്ചിരുന്ന കാലത്ത് വെറും 6000 സ്ക്വയർ മീറ്റർ അങ്ങാണ്ട് 6000 ചില്ലുവാനും കിലോമീറ്റർ അങ്ങാണ്ടേ അവർക്ക് കിട്ടിയുള്ളൂ. ബാക്കി മുഴുവനും ഇനിയും കിടക്കുന്ന ഇഷ്ടം പോലെ എടുക്കാനും. അങ്ങനെ ദൈവം പറഞ്ഞതൊന്നും എടുക്കാതെ ഇരിക്കുന്നത് മണ്ടത്തരമല്ലേ കർത്താവേ? ഈ അവകാശങ്ങളൊക്കെ ഞങ്ങളെ സ്ഥാപിക്കാൻ എടുക്കാൻ ഞങ്ങളോട് പറഞ്ഞിട്ട് ഇപ്പോഴും ഞങ്ങൾ ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കുന്നത് നിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ പ്രവർത്തിക്കാത്തതുകൊണ്ടും അറിവില്ലായ്മ കൊണ്ടും അജ്ഞാത കൊണ്ടുമാണെന്ന് സമ്മതിക്കുന്നു. അതാ തലമുറകളുടെ മേൽ കരുണ തോന്നി നീ തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുത്ത് നമ്മളെ പിതാക്കന്മാർ വേലികെട്ടി പ്രാർത്ഥിച്ച് മാതാപിതാക്കളുടെ സമ്പത്ത് കൊച്ചുമക്കൾക്ക് പോലും അനുഗ്രഹമായി തീരുമെന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ സത്യത്തിലും നന്മയിലും ഉണ്ടാക്കിയെടുക്കുന്ന സമ്പത്തുകൾ ദുഷ്ടൻ്റെ കയ്യിൽ പോയി ദുഷ്ടൻ കുറുപ്രാക്കളെ നശിപ്പിക്കാൻ ഇട്ടയാക്കരുത് എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
അതിന് എഴുന്നള്ളി വന്നേ ഒക്കത്തുള്ളൂ കർത്താവേ. ബുദ്ധിയും ഉപദേശം, സ്ട്രാറ്റജിക് ഹെൽപ്പേഴ്സ്, ആത്മാവിൽ ഉപദേശം പറയാൻ, ശരിയായ ഉപദേശം പറയാൻ, സത്യത്തിൽ ഉപദേശം പറഞ്ഞു തരുന്ന ആളുകളെ തരണം. ഓരോന്നിനും കഴിവുള്ളവരുണ്ടല്ലോ കർത്താവേ. നീ അങ്ങനെ ആത്മാവിൽ കഴിവുള്ളവരെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആളുകൾ ഞങ്ങളുടെ അടുക്കൽ വരാവേ. ശത്രുക്കൾ ഞങ്ങളുടെ പക്ഷത്ത് വന്നു ചേരാൻ, ഞങ്ങൾ ശത്രുപക്ഷത്ത് പോകാൻ, ഞങ്ങളുടെ തലമുറകൾ ദാവീദ് ആവശ്യമില്ലാത്ത ഫെലിസ്ത്യരുടെ അടുക്ക പോയി യുദ്ധം ചെയ്യാൻ പോയതുപോലെ മണ്ടത്തരം കാണിക്കുന്ന ആ വിഡ്ഢിത്തരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുബോധത്തിൻ്റെ ആത്മാവിട്ട് തിരിച്ചു കൊണ്ടുവന്ന് അടുപ്പിച്ച പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.